ഹലോ ഡിയേഴ്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പൊ ഇന്ന് നമുക്കൊരു വെഡിങ് ആനിവേഴ്സറി വിശേഷം കണ്ടാലോ? ദേ ബാക്കിലിരിക്കുന്ന കപ്പിൾസിന്റെ വെഡിങ് ആനിവേഴ്സറി ആണ് കേട്ടോ. ഇന്ന് 30ാമത്തെ വിവാഹ വാർഷികമാണ്. അപ്പോ രാവിലെ തന്നെ അവര് രണ്ടാളും കൂടിയിട്ട് അമ്പലത്തിലൊക്കെ ഒന്ന് പോയിട്ട് വന്നായിരുന്നു കേട്ടോ. അതിനുശേഷം ഞാനും ബിനുവും കൂടെ അച്ഛനും അമ്മയും അങ്ങോട്ട് ഏറ്റെടുത്തു. എന്നിട്ട് നമ്മൾ നേരെ പാലക്കാടൊക്കെ പോയി. പാലക്കാട് പോയി ആദ്യം നമ്മൾ പോയി എത്തുമ്പോൾ തന്നെ ഏകദേശം 12:45 ഒക്കെ ആയി. അപ്പൊ നമ്മൾ വിചാരിച്ചു ശരി ഫുഡ് കഴിക്കാം. ഫുഡ് കഴിച്ചതിന് ശേഷം നമുക്കൊരു സിനിമയ്ക്ക് പോവാന്ന് വിചാരിച്ചു കേട്ടോ. അങ്ങനെ നമ്മള് ഫുഡൊക്കെ കഴിച്ച് പിന്നെ നോക്കുമ്പോഴത്തേനും സിനിമ 2:30 2:30 വരെ എന്ത് ചെയ്യും, വെയിലല്ലേ, നല്ല വെയിലാണ്, തലന്റെ മേലെയായിരുന്നു സൂര്യൻ നിന്നുകൊണ്ടിരുന്നത്. അപ്പൊ നമ്മൾ വിചാരിച്ചു നേരെ ജോബീസിൽ കയറാം, കുറച്ചു നേരം ഹേസി ഒക്കെ കൊണ്ടിരിക്കാലോ, അതാണ് മെയിൻ ഉദ്ദേശം. പക്ഷെ ഈ മുന്നേ പോകുന്നവന്റെ ഉദ്ദേശം ഇതൊക്കെയാണ് കേട്ടോ. അവന് മോളുകളിൽ പോയാൽ ഇതൊക്കെയാണ് അവന്റെ എന്റർടൈൻമെന്റ്. അവൻ കുറച്ചു നേരം ഗെയിംസിന്റെ അവിടെ പോയിട്ട്, ജോബീസിൽ ഇപ്പോൾ വലിയ ഗെയിംസിന്റെ ഇതൊന്നും സെക്ഷനൊന്നും അത്ര രസമല്ല. പക്ഷെ എങ്കിലും അവ ഉള്ളതും കൊണ്ട് ഓണം പോലെ എന്ന് പറഞ്ഞിട്ട് കുറച്ചു നേരം ഈ കാറും പിന്നെ ഇതൊക്കെ ഇങ്ങനെ 2-3 ട്രൈ ചെയ്തു കേട്ടോ. അപ്പൊ നമുക്കും കുറച്ചു നേരം തണുപ്പത്തിരുന്ന പോലെയായി, അവനൊരു എന്റർടൈൻമെന്റ് ആയി. അങ്ങനെയായിരുന്നു. പിന്നെ സമയമായപ്പോ തന്നെ ഞങ്ങൾ ഇതാ സിനിമയ്ക്ക് വന്നു കേട്ടോ. നമ്മൾ മോഹിനിയാട്ടത്തിനായിരുന്നു പോയിട്ടുണ്ടായിരുന്നു. ആക്ച്വലി മോഹിനിയാട്ടം അതിനൊരു ഫസ്റ്റ് പാർട്ട് ഉണ്ടെന്നുള്ളത് എനിക്ക് അറിയോ പോലും ഇല്ലായിരുന്നു കേട്ടോ. നേരെ അങ്ങ് കേറി പള്ളിച്ചട്ടമ്പിക്ക് കയറാൻ വിചാരിച്ചു. പക്ഷെ അതിന്റെ റിവ്യൂ അത്ര നമുക്ക് ഇതാവാത്തത് കൊണ്ട് ശരി പറഞ്ഞിട്ട് അങ്ങനെ ഇതിന് കയറിയതായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞ് മൂവിയൊക്കെ കണ്ടു, നല്ല മൂവിയായിരുന്നു. അത് കഴിഞ്ഞ് നമ്മള് അമ്മയ്ക്കൊരു വള മാറ്റാനുണ്ടായിരുന്നു. സോ നമുക്ക് വള ഒന്ന് മാറ്റിയെടുക്കാന്ന് പറഞ്ഞിട്ട് നമ്മൾ അങ്ങനെ കല്യാൺ ജ്വല്ലേഴ്സിൽ പോയിട്ടോ. അങ്ങനെ ജ്വല്ലറി പോയി കുറച്ചധികം നീണ്ട പർച്ചേസിന് ശേഷം, അതായത് അപ്പത്തേനും വെയിലൊക്കെ നന്നായി താഴ്ന്നു. ശരിക്കും ആ ഒരു സമയത്താണ് നമ്മൾ പുറത്തിറങ്ങേണ്ടത്. അതിനുശേഷം നമ്മൾ വിചാരിച്ചു ശരി അച്ഛനും അമ്മയ്ക്കും ഓരോ ഡ്രസ്സൊക്കെ എടുത്തു കൊടുക്കാന്ന്. അങ്ങനെ പോയി ആ ഡ്രസ്സൊക്കെ എടുത്തു, എല്ലാം കഴിഞ്ഞു. അങ്ങനെ നമ്മൾ തിരിച്ചു വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. തിരിച്ചു വരുന്ന വഴിക്ക് നമ്മൾ എന്തോ ചെയ്തായിരുന്നല്ലോ. നമ്മൾ അത് പാട്ട് വെച്ച് വൈബ് ചെയ്തുകൊണ്ടിരിക്കുന്നതാ. ആദ്യം ഫുൾ മൂഡ് ഓൺ ആണ് കേട്ടോ. അങ്ങനെ നമ്മൾ കുറെ നേരത്തെ ഡ്രൈവിന് ശേഷം നമ്മൾ നൈറ്റ് ആയപ്പോഴത്തേന്, രാത്രിക്ക് അത്ര സമയം ആയിട്ടുണ്ടായിരുന്നില്ല. സോ നമ്മൾ ഫുഡൊക്കെ മേടിക്കാൻ വേണ്ടി തീരുമാനിച്ചു. വീട്ടിൽ പോയി കഴിക്കാം, ഫുഡ് മേടിച്ചിട്ട് പോവാന്ന് പറഞ്ഞിട്ട് ഫുഡൊക്കെ പാഴ്സൽ വാങ്ങി. ഞങ്ങൾ രണ്ടാളും കൂടിയാണ് പാഴ്സൽ വാങ്ങാൻ പോയിട്ട് ഇരിക്കുന്ന ഇരിപ്പാണ് കേട്ടോ. വെയിറ്റ് ചെയ്യാണ്, ഫുഡിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുമായിരുന്നു കേട്ടോ. അങ്ങനെ അതും കഴിഞ്ഞ് നമ്മൾ നേരെ എങ്ങടെത്തി, നമ്മൾ ടീ സ്റ്റോറിയിലോട്ടെത്തി, നമ്മുടെ ഫേവറേറ്റ് സ്പോട്ട്. ഞാൻ അങ്ങനെ പോകാറൊന്നുമില്ല, പക്ഷെ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഷെയ്ക്ക, എനിക്ക് ചോക്ലേറ്റ് ഷെയ്ക്ക ഭയങ്കര ഇഷ്ടം. അത് നല്ല രീതിയിൽ എനിക്ക് നല്ല കൺസിസ്റ്റൻസിയിൽ കിട്ടുന്നത് ഇവിടെയാണ് കേട്ടോ. എനിക്കത് ഭയങ്കര ഇഷ്ടമാണ്, ഇവിടുത്തെ ചോക്ലേറ്റ് ഷേക്ക്. ഞാൻ വേറെ ഒന്നും ട്രൈ ചെയ്യാറില്ല, അതാണ് മെയിൻ. അത് നമ്മൾ ചെറിയൊരു കുട്ടി സർപ്രൈസ് കേക്ക് കട്ടിംഗ് ഒക്കെ ഇവിടെ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ടീ സ്റ്റോറിയിലോട്ട് വന്ന് നമ്മൾ ഇതാ ഒരു കേക്ക് കട്ടിംഗ് ഒക്കെ അവിടെ പ്ലാൻ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് അച്ഛനമ്മയും വിചാരിച്ചില്ല. ബാക്കിയുള്ളതൊക്കെ അവർക്ക് ഏകദേശം ഗസ് ഉണ്ടായിരുന്നു, കാരണം നമ്മൾ ഏകദേശം ഒരേ റൊട്ടീനിലുള്ള തന്നെ പോലെ. പിന്നെ ലാസ്റ്റ് വീട്ടിൽ വന്നപ്പോൾ അവർ വിചാരിച്ചു വീട്ടിലായിരിക്കും ചിലപ്പോൾ എന്തെങ്കിലും ചെയ്യണമെങ്കിലും ചെയ്യാന്ന് വിചാരിച്ചു. അവിടെ കയറുന്നു വിചാരിച്ചില്ല. പിന്നെ ആദ്യം ഞാനും ഇടയ്ക്ക് കയറി കട്ടുറുമ്പ്. അങ്ങനെ അവർ 3 കൂടി കേക്കൊക്കെ കട്ട് ചെയ്തു. നമ്മുടെ കുഞ്ഞു ഫാമിലി നമ്മളിതാണ്. അപ്പൊ നമ്മളെല്ലാവരും കൂടി ഉള്ള സമയമാണ് നമുക്ക് ഏറ്റവും സ്പെഷ്യൽ കേട്ടോ. അതാണ് ഏറ്റവും സന്തോഷം. നമ്മളിങ്ങനെ ഹാപ്പി ആയിട്ട്, നമ്മൾ കുഞ്ഞു സന്തോഷങ്ങൾ നമ്മൾ ഫുൾ ഹാപ്പി ആയിരിക്കും. നമ്മൾ ഒരുമിച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ. ഇടയ്ക്ക് ഇതൊക്കെ മിസ് ചെയ്തു. ഇടയ്ക്ക് വർക്ക് ഉണ്ടായിരുന്നു കേട്ടോ. സോ ഇടയ്ക്ക് നിൽക്കാൻ പറ്റിയില്ല, ആൾ മലപ്പുറത്താണ്. സോ നമുക്കിങ്ങനെ ഇടയിൽ വിടുന്നൊന്നും ഇല്ല, എങ്കിലും നമ്മൾ മിസ് ചെയ്യുന്നു. എന്നിട്ട് നമ്മളിതാ കേക്ക് കട്ട് ചെയ്തിട്ട് അവിടെയൊക്കെ ബാക്കിയുള്ള കേക്ക് നമ്മൾ അവിടെ ഉള്ളവർക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തു കേട്ടോ. അങ്ങനെ എന്നിട്ടൊന്നും ചെയ്തില്ല. അങ്ങനെ എന്നിട്ട് നമ്മൾ വീട്ടിലോട്ട് പോയി അച്ഛനും അമ്മനെയും അവിടെ ഡ്രോപ്പ് ചെയ്തു, വീട്ടിൽ കൊണ്ടുപോയിട്ട് ആക്കി. എന്നിട്ട് ഞാൻ നേരെ എൻ്റെ വീട്ടിലോട്ട് ഇങ്ങോട്ടേക്ക് പോന്നു കേട്ടോ. ഞാൻ അപ്പം തന്നെ പോന്നു, ഞാൻ നിന്നില്ല. പിന്നെ നമുക്കിവിടെ വിഷുവേലയായിരുന്നു. ടാറ്റയൊക്കെ പറഞ്ഞിട്ട് ഒന്നും കൂടി വെഡിങ് ആനിവേഴ്സറി വിഷ് ചെയ്താണ് കേട്ടോ. അപ്പം നമ്മൾ എഴക്കാട് വിഷുവേലയായിരുന്നു, വലിയ ഗ്രാൻഡ് ഇതാണ്. പക്ഷെ ബിനുവിന് നാളെ വർക്കുള്ളത് കൊണ്ട് തന്നെ ഞാൻ വിചാരിച്ചു ശരി അവനെയും കൊണ്ട് പോയിട്ട് ഒരുപാട് സമയം വൈകി ടയേർഡായിട്ട് പോയിട്ട് അവന് ഡ്രൈവ് ചെയ്യാനൊക്കെ ഉള്ളതല്ലേ. അപ്പോൾ സോ അങ്ങനെ വേണ്ടാന്ന് വിചാരിച്ചിട്ട് ആക്കാൻ പറഞ്ഞു. പക്ഷെ നോക്കുമ്പോൾ ഒടുക്കത്തെ ബ്ലോക്ക്, എത്ര നേരം അവിടെ നിന്നറിയോ. നമുക്കിത് അവിടെ നിന്ന് അങ്ങോട്ട് ആ ഒരു ആർച്ച് കണ്ടോ, അങ്ങോട്ട് കയറണ്ടേ ഉള്ളൂ. പക്ഷെ ഈ ഒരു സ്ഥലത്ത് തന്നെ നമ്മൾ അരമണിക്കൂറിന് മേലെ അവിടെ തന്നെ സ്റ്റക്ക് ആയിട്ടോ. അപ്പൊ അത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വ്ളോഗ്. ഇഷ്ടപ്പെട്ട ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് മൈ ചാനൽ. താങ്ക്